വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എൻ്റെ 2 കുട്ടികളും ഞാനും കൂടിയിട്ടാണ്. അപ്പോൾ രണ്ടാൾ സ്കൂളിൽ പോയിട്ടാണ് ഉള്ളത്. അവർക്ക് സ്കൂളിലുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പൂവിടലാന്ന് കേട്ടോ. നമ്മൾ ഓണം തുടങ്ങിയില്ലേ, ഇനി 10 ദിവസം നമുക്ക് പൂവിടണം. പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് പൂവിടുന്നതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഇതെല്ലാം നമ്മളെ വീട്ടിൻ്റെ വളപ്പിൽ നിന്ന് ഇങ്ങനെ പറിച്ചിട്ട് എടുത്ത പൂവാണ്. അപ്പോൾ ഇത് ഓണപ്പൂവ്, അത് വെളുത്ത ഓണപ്പൂ, ഇത് ചെത്തിപ്പൂവ്, ഇത് നമ്മളിങ്ങനെ വട്ടപ്പിരി എന്നാണ് പറയുക. ഇതിന് വേറെ എന്തോ പേരുണ്ട്. പിന്നെ അത് എള്ളും പൂവ്. അപ്പോൾ ഇത് മുള്ളും പൂവ്. മുള്ളും പൂവ് ഒന്നും മഴ അധികമായതുകൊണ്ട് അധികം വിരിഞ്ഞില്ല. ഇത് മുള്ളും പൂവാണ്. അപ്പോൾ ഇത് എള്ളും പൂവ്. ഇത് അരിപ്പൂ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കണി കാണാനില്ല, ഒരു സ്ഥലത്തും ഇല്ല അരിപ്പൂന്നും. എല്ലാം പണ്ടത്തെ കാടും ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അരിപ്പൂ കുറച്ച് നമ്മളെ വളപ്പിൽ വിരിഞ്ഞതാണ്. ഇതെല്ലാം നമ്മൾ പ്രധാനമായിട്ട് പണ്ട് ഇടുക. വെള്ളും പൂവ്, അരിപ്പൂ പൂവ്, കാക്കപ്പൂവ്, അങ്ങനെ ഉള്ള പൂവാണ് അധികവും നമ്മൾ ഇടുക പണ്ടെല്ലാം. അപ്പോൾ പണ്ട് ഇന്നെന്ന് പറഞ്ഞാൽ ആൾക്കാർ പൂവ് പോയി വാങ്ങിക്കൊണ്ടെന്ന് ഇട്ടാണ് ഇടുന്നത്. ഇങ്ങനെയുള്ള പൂവൊന്നും പറിക്കാനുമില്ല, പറിക്കാൻ പോവുകയില്ല. കുട്ടികൾക്ക് ഇപ്പോൾ അതൊന്നും അറിയില്ല. കുട്ടികൾക്ക് ഇപ്പോൾ നമ്മളെ പണ്ടത്തെ ഓണം, നമ്മൾ ആ ഒരു പണ്ട് കഴിഞ്ഞ ആ ഒരു ഓണം എന്ന് പറഞ്ഞാൽ നമുക്കത് മറക്കാൻ ഒരിക്കലും ആവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടികളെല്ലാവരും ഒത്തുകൂടി പൂ പറിക്കാൻ പോകും വലിയ കാട്ടിൽ. അപ്പോൾ പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് പോയാലും പറിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ആരെയും പിന്നെ തമ്മ കാണില്ല. പിന്നെ ഓരോ ഭാഗത്ത് പോവുക, അനക്കനക്ക് അധികം കിട്ടണം വിചാരിച്ച് അങ്ങനെ പറിച്ചു കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വലിയ വട്ടത്തിലിടും. എൻ്റെത് ഓരോരാളും വന്നു നോക്കും, മറ്റേവരുടെ എങ്ങനെയാണ് കിട്ടുക, മറ്റേവരെങ്ങനെയാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു കാലമാണ് അന്ന്. അങ്ങനെ ഒരു കഴിഞ്ഞ ഓണമാണ്. പക്ഷേ ഇന്നിപ്പോൾ ആ ഓണം എന്ന് പറഞ്ഞാൽ വാങ്ങിയിട്ട് അപ്പോൾ നമ്മൾ പൂവിടാൻ നോക്കുമ്പോൾ തന്നെ മഴ വന്നു കേട്ടോ. മഴ വന്നാൽ നമുക്ക് എന്തായാലും ഇന്ന് മുറ്റത്ത് തന്നെ ഇടണമെന്നുണ്ട്. മുറ്റത്ത് തന്നെയാണ് നമ്മൾ പൂവിടേണ്ടത്. പിന്നെ തീരുന്ന ദിവസം നമ്മൾ കറയത്തിടൂ, മുറ്റത്തിടൂ, അകത്ത് കളം വരച്ചിട്ടിടൂ, അങ്ങനെയെല്ലാം ഇടും. അപ്പോൾ ഇന്നെല്ലാം മുറ്റത്ത് തന്നെയാണ് ഇടേണ്ടത്. അപ്പോൾ ഇടാൻ നോക്കുമ്പോഴാണ് മഴ വന്നത്. അപ്പോൾ നമ്മളെ ആ ഒരു കാലത്തെ ഓണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല. വെച്ചാൽ അന്നെല്ലാം ഒരു പോലും നമുക്കൊരു നല്ല കോടി വസ്ത്രം ഒന്നും കിട്ടില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പൂ പറിക്കാനും എല്ലാം, എന്നാലും നമ്മളെല്ലാവരും ഒത്തുകൂടി പോകും. എങ്ങനെ കഷ്ടപ്പെട്ടാലും നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും അവർ. എത്ര കടം വാങ്ങിയാലും ആ ഓണത്തിനാണ് നമുക്ക് നല്ലൊരു ഭക്ഷണം കിട്ടുക. നമ്മൾ ഇറച്ചിയും എല്ലാം അങ്ങനെയാണ് കഴിക്കുക. എല്ലാം ഉണ്ടാക്കി. അപ്പോൾ എല്ലാ കുട്ടികളെല്ലാം കുളിച്ചിട്ട് എല്ലാവരും കുളം ഉണ്ടാവുമായിരുന്നു. കുളത്തിൽ പോയി കുളിച്ച് വന്ന് അങ്ങനെ ഇലയിലെ അന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. ഇല വെച്ച് എല്ലാം വിളമ്പി അങ്ങനെയാണ് അന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ കോടി വസ്ത്രങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. എന്ന് വെച്ചാൽ കോടി വസ്ത്രം വാങ്ങാനുള്ള കഴിവില്ല അന്ന്. സ്കൂള് തുറക്കുമ്പോൾ മറ്റോ ഒരു 1 2 വാങ്ങിയാലേ ആയി, അത് ഒരു കൊല്ലത്തേക്കായി, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു കാലമാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമല്ല. ഇന്നത്തെ കുട്ടികൾക്ക് ഓണവും ഇല്ല, പൂ പറിക്കാൻ പറഞ്ഞാലും പറിക്കൂല. നമുക്കിതെല്ലാം ഇപ്പോൾ അനക്കല്ല ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പറിച്ചു കൊണ്ടുവരാനും പൂവിടാനും ഒരു ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെയും കൂട്ടി പോയി ഞാൻ എല്ലാം പറിച്ചു കൊണ്ടുവന്നെയാണ്. പൂവിടാൻ നോക്കുമ്പോൾ ഭയങ്കര മഴയാണ് വന്നത്. മഴ കാരണം ഇപ്പോഴും പൂവും ഇല്ല. അങ്ങനെ മഴ കാരണം എന്നാലും നമ്മളൊക്കെ തൊട്ടില്ല. കുഞ്ഞുമക്കളെ ഇങ്ങനെ പഠിപ്പിക്കലാണ്. അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ ഇട്ടിട്ട് പഠിപ്പിക്കലാണ്. നമുക്കിങ്ങനെ കാണിച്ചു തരാം കേട്ടാ. നമുക്ക് ഇനി എപ്പോഴൊന്നും ഇടാനാവില്ലല്ലോ. അപ്പം നിങ്ങളല്ലേ ഇടേണ്ടത്. എന്താ അത്രയാ പൂവില്ലേ. നമ്മൾ
അതല്ലേ ഇതെല്ലാം മോനിട് ആടെ ഇട്ടേ പിന്നെല്ലാം ഇടുണ്ട് ചൊറയാക്കിട്ട് അതറിയില്ല ഈ ഒന്നും ചെയ്തിട്ടേ വെള്ളുമ്പൂവ് വെള്ളുമ്പൂവെല്ലാം ഇപ്പോൾ ഉണ്ട്. ഇതെല്ലാം നമ്മൾ എന്താ പറയുക ചെറുപ്പത്തിൽ എത്രയാ വർക്ക് കൊണ്ടിരുക. ഇതോ ഇത് കുറച്ച് അരിപ്പൂ അല്ലേ, ഇത് നമുക്കിവിടെ നടുക്ക് വെക്കാം കേട്ടോ. അരിപ്പൊന്നും ഇപ്പോൾ ഒരു സ്ഥലത്ത് പോലും കാണാനില്ല. നമ്മൾ നടുക്ക് വെച്ച് ഇത് അല്ലേ കുറച്ചും കൂടി ഉണ്ടാകാം. അതാ ഇതിങ്ങനെ ഇടും ഇങ്ങനെ അങ്ങനെ ഓരോന്ന് എടുത്ത് വെക്ക്. ഓരോ ഇവിടുന്ന് എടുത്ത് വെക്ക്. ഇവിടെ വെക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്ക്. അപ്പോൾ നമ്മൾ മാവേലി തമ്പുരാൻ വരുന്നതല്ലേ നമ്മളെ കാണാൻ അല്ലേ. ഇനി അങ്ങനെ വെള്ളം പോകും കേട്ടാ. അപ്പോൾ നമ്മൾ എന്താ പറയുക ഇങ്ങനെ പറിച്ചിട്ട് ഇടുന്ന പൂവാണ് ഏറ്റവും നല്ലത്. നമ്മൾ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൂവുണ്ടല്ലോ, അത്രയും മരുന്നടിച്ചിട്ട് കൊണ്ടുവരുന്ന പൂവാണ്. അത് ഒരു മണപ്പിക്കാൻ പോലും കുട്ടികളെല്ലാം എടുത്ത് മണപ്പിക്കുന്നത് തന്നെ അത്ര നല്ലതല്ല. എന്നാലും ആൾക്കാർ ഇപ്പോൾ അതേ ആൾക്കാർക്കുള്ളൂ പൂവ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇതാണ് ശരിയായ നമ്മളെ പണ്ടത്തെ ഒരു ഇത്രയും നല്ല ഇതിപ്പോൾ ഇത്രയല്ലേ പൂവുള്ളൂ. നമ്മൾ ആ സമയത്ത് നമുക്ക് ഇത്രയും വാശാണ് ആൾക്കാർക്ക് ഒരുപാട് കിട്ടണമെന്നില്ല. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ പൂവ് നമ്മൾ ഈ പണ്ട് കാലത്തെ ഒരു പൂവിടൽ തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ പൂവ് ഞാൻ പറഞ്ഞില്ലേ, വാങ്ങിക്കൊണ്ടിരുന്ന പൂവ് കുട്ടികളെല്ലാം ഉള്ളെടുത്താൽ കുട്ടികൾ ചിലപ്പോൾ അതെടുത്ത് കടിക്കുകയെല്ലാം ചെയ്യും. അപ്പോൾ അത്രയും സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. അത്രയും മരുന്നടിച്ചിട്ട് വരുന്ന ഒരു പൂവാണ്. നമുക്കിത് ഒന്നും പേടിക്കണ്ട ഇങ്ങനെ പറിച്ചിടുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലൊരു നല്ല നമ്മളെ പണ്ടുകാലേ നമ്മൾ കൊണ്ടാടുന്ന ഒരു ഓണം. നമുക്ക് അത്രയും ഒരു ഇഷ്ടമാണ് ഇങ്ങനെയെല്ലാം കാണാൻ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു.